അപ്പോൾ ഗൈസ് ഞാൻ സ്വീറ്റ്സ് ഉണ്ടാക്കാൻ നോക്കുന്നതാണ്. സ്വീറ്റ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഗ്ലാസ്സിന് കടലപ്പൊടി എടുത്തിട്ടുണ്ട്. അത് ഞാൻ അരിച്ചെടുത്തതാണ്. ഇത് ഗോതമ്പ് പൊടിയാണ്. അപ്പോൾ ഇത് രണ്ടും കൂടി മിക്സ് ചെയ്യണം. ഗോതമ്പ് പൊടിയും കടലപ്പൊടിയും കൂടി മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്ത്. അപ്പോൾ അതിന് വേണ്ടുന്നത് നെയ്യ് എടുത്തിട്ടുണ്ട് ഞാൻ. സൺഫ്ലവർ ഓയിൽ ആവശ്യത്തിന് സൺഫ്ലവർ ഓയിൽ ഒഴിക്കണം അതിന്. ഇതാ, പിന്നെ പഞ്ചസാര വേണം. ആവശ്യത്തിന് മധുരം. സ്വീറ്റ്സ് ആണല്ലോ, ദീപാവലിയല്ലേ വരുന്നത്. അപ്പോൾ പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് ക്രഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതും എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടിയാണ് നമ്മൾ ഇതിന് ഇട്ടിട്ട് റെഡിയാക്കി. ഇത് ചെറിയ കഷ്ണങ്ങളാക്കി മുറിക്കണം. ഇത് കഷ്ണമാക്കിയില്ല. നമ്മളെ പിസ്തയില്ലേ, പിസ്ത അവരെ ഞാൻ കഷ്ണമാക്കിയിട്ടില്ല. അത് കഷ്ണമാക്കണം. ഇതിൻ്റെ മേലെ നമുക്കൊരു ഡെക്കറേറ്റ് പോലെ ചെയ്യാനാണ്. അത് ചെയ്യണം. പിന്നെ ഇതിൽ കുറച്ച് ഇട്ട് കൊടുക്കുകയും വേണം. അപ്പം ഞാൻ ഇതിലേക്ക് വേണ്ടുന്ന കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കട്ടെ. ഇതിപ്പോൾ അടുപ്പത്ത് വെക്കുന്നില്ല. എല്ലാം ആയതിൻ്റെ ശേഷമാണ് ഞാൻ അടുപ്പത്ത് വെക്കാൻ തുടങ്ങുന്നത്. ഇപ്പം ഞാൻ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നതാണ്. നെയ്യ് ഉരുകിനോ നോക്കട്ടെ, ഇല്ലേ പിന്നെ ഉരുക്കേണ്ടി വരും. കട്ടയായ പോലെ ഉണ്ട് കാണുമ്പോൾ. ഇല്ല വരുന്നുണ്ട്. അപ്പം ഇത്ര നെയ്യെടുത്ത് ഇനി സൺഫ്ലവർ ഓയിൽ ഒഴിക്കട്ടെ. ഒഴിച്ചിട്ട് നമുക്കിതിനെ നല്ല അടിപൊളിയായിട്ട് കലക്കിയെടുക്കണം ഇതിലേക്ക്. ഓക്കെ, ഇനി വേണ്ടിക്കിൽ നമുക്ക് ഒഴിച്ച് കൊടുക്കാം. ഇവിടെ വെക്കട്ടെ. അപ്പം ഞാനിതെല്ലാം കൂടി മിക്സ് ആക്കട്ടെ. ഒഴിക്കേണ്ടി വരും. അപ്പം ഇതില്ല, നല്ലോണം ശരിക്കും ഉടഞ്ഞ് കിട്ടണം. ഇതിലേക്ക് എല്ലാം ഉടഞ്ഞ് വരണം. അപ്പം ആയിട്ടില്ല. അപ്പോൾ കുറച്ചുകൂടി നമുക്ക് ഒഴിച്ച് കൊടുക്കാം. നല്ല ക്ലിയറായിട്ട് ഈ പൊടികളെല്ലാം അലിഞ്ഞ് വരണം. എന്നാൽ മാത്രമേ ശരിയാവും. അപ്പോൾ കുറച്ചുകൂടി സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഒഴിച്ചു. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. മറഞ്ഞു പോകല്ലേ മക്കളെ. ഇപ്പാണ് ക്ലിയറായി. ഇനി നമുക്ക് പഞ്ചസാര പൊടിച്ചെടുക്കണം. അപ്പോൾ ഈ ഗ്ലാസ്സിൽ പഞ്ചസാര എടുത്തിട്ട് പൊടിക്കട്ടെ. മിക്സിയിലിട്ടിട്ട് പൊടിക്കട്ടെ. അതിൽ ഗ്രാമ്പു ഇട്ടിട്ടുണ്ട് ഒരു രുചിക്ക് വേണ്ടിയിട്ട്. ഗ്ലാസ്സിൽ ഇളക്കട്ടെ. അത്രയാണ് പഞ്ചസാര എടുത്തിട്ടുള്ളത്. അപ്പം ഞാനിതൊന്ന് പൊടിച്ചെടുത്തിട്ട് വരുന്നത്. പൊടിച്ചെടുത്ത് വന്നിട്ട് കാണിച്ചു തരാം. അപ്പം ഇതാ പഞ്ചസാര പൊടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇടട്ടെ. അപ്പോൾ ഏലക്കായിൻ്റെ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാനിവിടെ പൊടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കുറച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഏലക്കായിൻ്റെ ഇതുമായി എല്ലാം കൂടി റെഡിയായി. അപ്പം ഞാനിതെല്ലാം മിക്സ് ആക്കട്ടെ ഗൈസ്. അപ്പോൾ നമുക്ക് ഇത് കട്ടയാവുന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഓയിലും പഞ്ചസാരയും ഒഴിച്ച് കൊടുക്കേണ്ടി വരും. അല്ല, പഞ്ചസാര എന്ന് പറയുന്നത് ഓയിലും നെയ്യും കുറച്ച്
ചേർക്കേണ്ടി വരും. എന്നിട്ട് അടുപ്പത്ത് വെച്ചിട്ട് വേണം ഇതിനെ കുറുക്കിയെടുക്കാൻ. അതന്നെ ഇപ്പം ഇതേ പരുവത്തിലാന്നുള്ളത്. അപ്പം ഞാൻ കുറച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ലേശം അധികമില്ല, കുറച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതവിടെ എടുത്ത് വെക്കട്ടെ. കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുക, ഒരു ലേശം. ഓക്കെ. അപ്പം എന്നിട്ടെല്ലാം കൂടി നമുക്കൊന്നും കൂടി ഇളക്കി കൊടുക്കാം. ഓക്കെ. എന്നിട്ട് നമുക്ക് ഗ്യാസ് കത്തിച്ചിട്ട് ചെറിയ തീയിൽ ഇനി ഒന്ന് കുറുക്കിയെടുക്കാം. അപ്പോൾ ഗ്യാസ് കത്തിക്കുന്നുണ്ട്. അപ്പം ഞാൻ ഈ പൊടിച്ച് വെച്ച ഇത് കുറച്ച് അണ്ടിപ്പരിപ്പിൻ്റെ ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിസ്തയും ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച്. ബാക്കിയുള്ള നമുക്ക് ലാസ്റ്റ് മേലെ ഇട്ട് കൊടുക്കാം. മധുരം ബാലൻസ് ചെയ്യാൻ ഒരു പിഞ്ചുപ്പ്, അധികമൊന്നും വേണ്ട. എന്നിട്ടെല്ലാം കൂടി ഇളക്കി യോജിപ്പിക്കട്ടെ. ഓക്കെ, ക്ലിയർ. അപ്പോൾ ഇനി നമുക്ക് ഗ്യാസ് കത്തിച്ചിട്ട് ഈ പാൻ അടുപ്പത്ത് വെക്കാം. ഓക്കെ. അപ്പോൾ ഗ്യാസ് കത്തിക്കാം, പാൻ അടുപ്പത്ത് വെക്കാം. ചെറിയ തീയിൽ നമുക്കിതിവിടെ വെക്കാം. ഓക്കെ. അപ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കാം, കുറുകി വരട്ടത്. അപ്പോൾ ഇതാ ഗൈസ്, ഏകദേശം കളറെല്ലാം മാറി നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫാക്കാം. ആവശ്യത്തിന് എല്ലാവർക്കും അത്രയും മധുരം വേണ്ടെന്ന് വെച്ചാൽ ഇട്ടോളേ. ഞാൻ അധികം മധുരം വേണ്ടെന്നുള്ളതുകൊണ്ട്, ഇത് മധുരമുള്ള സ്വീറ്റ്സാണ്, അധികം പഞ്ചസാര വേണ്ടെന്നുള്ളതുകൊണ്ട് ഞാൻ അത്രയേ എടുത്തിട്ടുള്ളൂ. ഓരോരുത്തർ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മധുരമെല്ലാം ഉപയോഗിക്കാം, നെയ്യ് ഉപയോഗിക്കാം, എല്ലാം ചെയ്യാം. ഞാനിപ്പോൾ എല്ലാം കുറേശ്ശെ മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഞാൻ തീ ഓഫാക്കട്ടെ ഗൈസ്. ഓഫാക്കി. അപ്പോൾ ഇതാ ചെറിയൊരു കളറെല്ലാം മാറി വന്നിട്ടുണ്ട്. നമ്മളെ കടലമാവും ഗോതമ്പ് മാവെല്ലാം നല്ല അടിപൊളി. ഇനിയിപ്പം ഈ ചൂടോടെ തന്നെ നമുക്ക് വേറെ ഒരു പാത്രത്തിലേക്ക് ഇതിനെ പകർത്താം. അപ്പോൾ ഈ പാത്രത്തിൽ ഞാൻ കുറച്ച് നെയ്യ് പരത്തി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഈ ആക്കി വെച്ചത് ഇട്ട് കൊടുക്കട്ടെ. ഇനി എല്ലാം ഒന്ന് നിരത്തി കൊടുക്കട്ടെ. അപ്പോൾ ഇതാ എല്ലാം നിരത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ പൊടിച്ച് വെച്ച ഈ അണ്ടിപ്പരിപ്പിൻ്റെ ഇതെല്ലാം ഇതിൻ്റെ മേലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് അമർത്തി കൊടുക്കാം. കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാലേ ഇപ്പോൾ ഇതെല്ലാം ക്ലിയറായിട്ട് വരും. ഒന്ന് കട്ട പിടിക്കണ്ടേ. നല്ല അടിപൊളി സ്വീറ്റ്സ് ഇതാ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. കണ്ടല്ലോ ഗൈസ്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതാണ് ആ സ്വീറ്റ്സ്. അപ്പോൾ ഇനി വീണ്ടും മറ്റൊരു വീഡിയോയുമായിട്ട് വരാം. ബൈ.